ഹലോ കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമുക്കിന്ന് ഇവിടെ ഒരു അടിപൊളി ഐറ്റമായ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ചേമ്പപ്പം എന്ന ഒരു റെസിപ്പിയായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് കുട്ടികളൊക്കെ 4 മണിക്ക് വരുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ് പോലും നമുക്കിത് വേണ്ട. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യാമെന്നൊന്ന് നോക്കിയാലോ? ഇത് നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ. നമുക്കിതിലേക്ക് ഒരു മുട്ടയാണ് ആവശ്യമുള്ളത്. പിന്നെ 1 കപ്പ് അരിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്കിത് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഒരു മുട്ട അതിലോട്ട് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര കേട്ടോ. ഇനി കൂടുതൽ മധുരം, ഇതൊരു മീഡിയം മധുരമാണ്. ഒരുപാട് മധുരം വേണമെന്നുള്ളവർക്ക് മധുരം വേണമെങ്കിൽ കൂട്ടിയിടാം. ഇതുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മളിത് എത്രത്തോളം നന്നാക്കി മിക്സ് ചെയ്യുന്നോ അത്രത്തോളം നമ്മുടെ ചേമ്പപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് ഈ സ്പൂൺ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പഞ്ചസാരയൊക്കെ നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് അലിഞ്ഞു കിട്ടും കേട്ടോ. ഇങ്ങനെ നമ്മൾ ഈ പാത്രം ഉണ്ടല്ലോ ഇങ്ങനെ ചെരിച്ച് പിടിച്ചിട്ട് ഇതേപോലെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇളക്കുകയാണെങ്കിൽ പഞ്ചസാരയൊക്കെ അലിഞ്ഞു പോവുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് മുട്ടയൊക്കെ നന്നായിട്ട് ഇതേപോലെ പതഞ്ഞ് കിട്ടും. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മളിത് 1 കപ്പ് അരിപ്പൊടി കൊണ്ടാട്ടോ ചെയ്യുന്നത്. 1 കപ്പ് അരിപ്പൊടി കൊണ്ട് ഒരു നേരം നമുക്ക് കഴിക്കാനുള്ള സ്നാക്ക് നിന്ന് കിട്ടും. നമ്മൾ പത്തിരിക്കൊക്കെ പൊടിച്ച് വെച്ചേക്കുന്ന ആ അരിപ്പൊടിയാട്ടോ ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ ആ അരിപ്പൊടി നമ്മൾ ആ മുട്ടേൻ്റെ മിക്സിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2-3 ഏലക്കേൻ്റെ കുരു ഞാൻ ഇതേപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ഒന്ന് പഞ്ചസാരയിലൊന്ന് പൊടിച്ച് എടുത്താലും മതി. അങ്ങനെ ആകുമ്പം ഈ ഏലക്കേൻ്റെ കുരു നമുക്കിങ്ങനെ ഇത് കഴിക്കുമ്പോൾ കടിക്കില്ല കേട്ടോ. അത് ഇഷ്ടമില്ലാത്തവർ അങ്ങനെ പൊടിച്ചിട്ടാലും മതി. ഇനി നമുക്കതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. അത് നമ്മൾ ഏത് പാത്രത്തിലാണോ അരിപ്പൊടി അളന്നെടുക്കുന്നത് അതേ അളവ് തന്നെ നമുക്ക് തേങ്ങാപ്പാൽ ആവശ്യമായിട്ട് വരും കേട്ടോ. പക്ഷേ ഇത് ഒരുപാടങ്ങ് ലൂസാക്കി കുഴയ്ക്കാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ കറക്റ്റ് ഷേപ്പിൽ കിട്ടില്ല കേട്ടോ. നമുക്ക് സ്പൂണ് കൊണ്ടൊന്നും കുഴച്ചാൽ ഒരുപാട് വെള്ളം വേണ്ടി വരും. അപ്പം നമ്മളിത് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. ഞാനിത് തേങ്ങാപ്പാൽ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ടാട്ടോ മിക്സ് ചെയ്തെടുക്കുന്നത്. നമ്മളെന്തായാലും പകുതിയോളം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും അത്ര വെള്ളമൊക്കെ വേണ്ടി വരും. ഞാനിവിടെ 1 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ 1 സ്പൂണോളം ബാക്കി വന്നിട്ടുള്ളൂ. ബാക്കി മൊത്തം നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് കാണാം എന്തായാലും. ഇത് നമുക്കിതേപോലെ മിക്സ് ചെയ്തിട്ട് ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുകയോ അല്ലെങ്കിൽ സോഡാപ്പൊടിയോ ഈസ്റ്റോ അങ്ങനെ ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. അങ്ങനെയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്കല്ലാതെ തന്നെ നല്ല സോഫ്റ്റായിട്ട് ഈ ഒരു പലഹാരം കിട്ടും. ഇതാകണ്ട നമ്മൾ ഏകദേശം കഴിയാനായി. നമ്മുടെ തേങ്ങാപ്പാലൊക്കെ കുറച്ചും കൂടി ബാക്കിയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെ ഒന്ന് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരുപാട് പലഹാരത്തിൻ്റെ റെസിപ്പികൾ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് പോയി കാണണം. ഇത് നമ്മുടെ മിക്സിങ് കണ്ട ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കട്ടയൊന്നും ഇല്ല കേട്ടോ. ഈ ബാക്കിയുള്ള തേങ്ങാപ്പാൽ മൊത്തം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ആകെ 1 സ്പൂണോളം ബാക്കി വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ലൂസ് പോരാ, കുറച്ചും കൂടി ഒന്ന് ലൂസായി കിട്ടണം. ഇപ്പോൾ കുറച്ചൊരു കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ചൊരു തേങ്ങാപ്പാലും കൂടി മതിയാവും നമുക്ക്, ഒരുപാട് വേണ്ട. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ തേങ്ങാപ്പാൽ ആവശ്യമായിട്ട് വരില്ല. ഈ ഒരു ലൂസിൽ നമുക്ക് കിട്ടണം കേട്ടോ. എന്നാലേ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ കയ്യിൽ നിന്ന് ഒഴുകി പോകാനും പാടില്ല. ആ ഒരു പരുവത്തിൽ കിട്ടണം. പിന്നെ നമ്മളെപ്പോഴും കൈ ഒന്ന് പച്ചവെള്ളത്തിൽ മുക്കിയിട്ട് വേണം കേട്ടോ. ഓരോ പ്രാവശ്യത്തേക്ക് മാത്രമേ നമ്മൾ മാവ് എടുക്കാൻ പാടുള്ളൂ. ഒരുപാട് നമ്മുടെ കയ്യിൽ എടുക്കാൻ പാടില്ല. അതേപോലെ ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. വെളിച്ചെണ്ണയിൽ വേണമെങ്കിലും ഉണ്ടാക്കാം, എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ മാവ് ഒഴിച്ചു കൊടുക്കുമ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവണം കേട്ടോ. എന്നാലേ നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. അതിനുശേഷം പെട്ടെന്ന് സിമ്മാക്കണം, ഉള്ളൊന്ന് വേവാൻ വേണ്ടിയിട്ട്. നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇങ്ങനെയൊരു വാല് പോലെ വരുന്നതുകൊണ്ടാണ് ഇതിന് ചേമ്പപ്പം എന്നുള്ള പേര് വന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് എടുക്കുമ്പോൾ ആ ചേമ്പിൻ്റെ വിത്ത്, ചെറിയ ചേമ്പ് വിത്ത് പോലെ ആ ഷേപ്പിലുണ്ടാവും. ഇത് നമുക്ക് ഒരുപാട് സമയമൊന്നും ഫ്രൈ ചെയ്തെടുക്കണ്ട. പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും. നമുക്കൊരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളൊന്ന് അപ്പുറം മറിച്ചിട്ട് കൊടുത്ത് പെട്ടെന്ന് റെഡിയായി കിട്ടും കേട്ടോ. നമ്മളിതുപോലെ മാവ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വാല് പോലെ ഒന്ന് നീട്ടി കൊടുക്കണം. ഇത് ചെയ്യുമ്പോൾ നമ്മളുണ്ടല്ലോ ഈ കുഴിയുള്ള ചീഞ്ചട്ടി തന്നെ ചെയ്യണേ.
കാരണം ഇത് പിന്നെ മുകൾ വശത്തും കൂടി എണ്ണ മുങ്ങിക്കിടന്നാലേ നമുക്ക് ഇതേപോലെ പൊങ്ങി വരുള്ളൂ. അപ്പോൾ നമ്മൾ പരന്ന പാത്രത്തിൽ ഒരിക്കലും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കരുത്. ഇതുപോലെ കുഴിയുള്ള പാത്രം തന്നെ നമ്മൾ ചെയ്തെടുക്കണം. ഇതാ ഫസ്റ്റത്തെ ട്രിപ്പ് നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഞാൻ രണ്ടാമതും ഇതേപോലെ ഒന്ന് ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. അത് നമ്മളിങ്ങനെ ഇടുമ്പോൾ ഉരുട്ടി ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അങ്ങനെ ആകുമ്പോഴേ ഇത് പൊങ്ങി വരുള്ളൂ. കണ്ടില്ലേ? നമുക്കിത് കൂടുതലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ 2 കപ്പ് അരിപ്പൊടി എടുക്കാം, 2 മുട്ട എടുത്തിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ഒരുപാട് സമയം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല. അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാനും ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും. ഇത് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലും ചെയ്ത് കൊടുക്കണം. അപ്പോൾ കുട്ടികൾക്കൊക്കെ വരുമ്പോഴേക്കും പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റും. നമ്മൾ 2ാം ട്രിപ്പ് ഇട്ടത് നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ? നമ്മളിങ്ങനെ ചെയ്തുകൊണ്ട് ഉരുണ്ട് വന്നിട്ടുണ്ട്. പുറകുവശം നല്ല ക്രിസ്പി ആയാലും നമുക്ക് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ മാവ്. നമ്മുടെ 2nd ട്രിപ്പ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ 1 കപ്പ് അരി കൊണ്ട് നമുക്കൊരു 3 പ്രാവശ്യം ഇതുപോലെ വറുത്തെടുക്കാനുള്ളതുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം കഴിക്കാനുള്ള ഇതാ കണ്ടില്ലേ? ഇത്ര ഉണ്ടായിരുന്നു നമുക്ക് ആ 1 കപ്പ് മാവ് കൊണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ പുതിയൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ഓക്കെ, ടാറ്റാ, ബൈ.